ഈശോ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ അനവധി തടസ്സങ്ങളെ കർത്താവ് നീക്കം ചെയ്യും. കർത്താവിൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കും, വിടുതലുകൾ ലഭിക്കും, അത്ഭുതങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി പോകുന്നു. ഈശോയുടെ നാമത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വ്യക്തിപരമായി അനുഭവിച്ചറിയണമെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ്. ഈശോയുടെ നാമത്തിൻ്റെ ശക്തി, ഈശോയുടെ ഒരു മകനും മകളും, ഈശോയുടെ ഓരോ മകനും മകളും ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തടസ്സങ്ങൾ നീക്കം ചെയ്യപ്പെടും. ഇന്ന ദിവസം നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈശോയുടെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിലോ നമ്മുടെ കരുത്തിലോ അല്ലോ ആശ്രയിക്കുന്നത്, നമുക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ച് പരിശുദ്ധ കുർബാനയായി തീർന്ന് പിശാചിന്റെ സകല അടിമത്തത്തിൽ നിന്ന് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച, നമുക്ക് വേണ്ടി കുരിശിൽ വലിയ വിജയം നേടിത്തന്ന ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പിശാചിന്റെ എല്ലാ തടസ്സങ്ങളും നമ്മുടെ മുൻപിൽ നിന്ന് നീങ്ങി മാറും. ജീവിതത്തിൽ നിങ്ങൾക്കായി ദൈവം ഒരുക്കിയിട്ടുള്ള നന്മകൾ, അനുഗ്രഹങ്ങൾ നിരവധിയാണ്. 1 കൊരിന്ത്യർ 2:9 നമ്മൾ കാണുന്നുണ്ട്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിട്ടുള്ളവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സിന് ഗ്രഹിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമായത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുണ്ട്. യെശയ്യാ 45 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് 2 മുതലുള്ള വാക്യത്തിൽ, അവിടുന്ന് നമ്മൾക്ക് രഹസ്യ ധനശേഖരങ്ങൾ നൽകും. അന്ധകാരത്തിലെ നിധിയും രഹസ്യ ധനശേഖരവും അവിടുത്തെ കരങ്ങളിലുണ്ട്, അത് നമുക്ക് നൽകും. എന്നാൽ മറയ്ക്കപ്പെട്ടതിനെ, നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ അനുഭവിക്കുന്നതിൽ നിന്ന് തടസ്സമായി ദുഷ്ടാരൂപി ഇട്ടിരിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും തകർത്ത് തരിപ്പണമാക്കി നിങ്ങളെ അനുഗ്രഹ തീരത്ത് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ക്രൂശിൽ ബലിയായി തീർന്നു. ഇന്ന് ഈശോയുടെ നാമത്തിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്ന നിമിഷം ആ തടസ്സങ്ങളെ ഈശോ നീക്കം ചെയ്യുകയാണ്. അതാണ് പരിശുദ്ധ കുർബാനയിലൂടെ ഒഴുകിയിറങ്ങുന്ന വലിയ ശക്തി. ആ ശക്തി നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ അധരത്തിലൂടെ ഈശോയുടെ നാമത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അടയാളങ്ങൾ സംഭവിക്കുന്നത്, ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ലാലി PC പ്രയർ റിക്വസ്റ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നു, എൻ്റെ മോൻ്റെ ജോലി ഉടനെ ലഭിക്കണമേ. എപ്രകാരമാണ് നമ്മൾ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഇപ്രകാരം പറയുക, ഈശോയുടെ നാമത്തിൽ ആ വിഷയത്തിൽ ദൈവിക ഇടപെടൽ ഉണ്ടാകട്ടെ. ഇപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, എന്തൊക്കെയോ അസ്വസ്ഥതകൾ, എന്തൊക്കെയോ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങൾ നിമിത്തം ജോലി സ്ഥലത്തും വീട്ടിലും നിങ്ങൾക്കുള്ള ലഭിക്കേണ്ട ഉയർച്ചകൾ തടയപ്പെടുന്നു, വരേണ്ട അനുഗ്രഹങ്ങൾ, നന്മകൾ ഡിലേ ചെയ്യപ്പെടുന്നു. ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈശോയുടെ ഒരു മകനാണ്, മകളാണ്, രാജാവിൻ്റെ മകനാണ്, മകളാണ് എന്ന ബോധ്യത്തിൽ ഈശോയുടെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോയുടെ നാമത്തിൽ ആ തടസ്സങ്ങളെ ശാസിക്കുമ്പോൾ ആ തടസ്സങ്ങൾ നീങ്ങിമാറും. കാരണം നിങ്ങളുടെ ഉള്ളിൽ, ദൈവമക്കളായ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ശക്തി ഇരിപ്പുണ്ട്. പിശാച് ഒരിക്കലും നിങ്ങൾ അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്നറിയോ? നിങ്ങൾക്കുള്ള അധികാരം, നിങ്ങൾക്കുള്ള പവർ, നിങ്ങൾക്കുള്ള ശക്തി, നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ്, ഇത് നിങ്ങൾ അറിയരുത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടാരൂപിയുടെ പദ്ധതികളെല്ലാം തകർന്നടിയും. നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദുഷ്ടന്റെ സാമ്രാജ്യങ്ങൾ തകർന്നടിയും. കാരണം നിങ്ങൾ പലപ്പോഴും നമ്മൾ ഓർക്കും മനുഷ്യര് ദുഷ്ടാരൂപിയെ ഭയപ്പെടുക, പക്ഷെ അതിനേക്കാൾ നിങ്ങളെ ഭയപ്പെടുന്നു അത്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വലിയ മഹത്വം ഇരിക്കുന്നു, ദൈവത്തിൻ്റെ വലിയ ശക്തി നിങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനം 103 നമ്മൾ ഇപ്രകാരമാണ് കാണുന്നത്, എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്. അവിടുന്ന് നൽകിയ അനുഗ്രഹം ഒന്നും മറക്കരുത്. ഈശോ നിനക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്നുകൊണ്ട് നിന്നെ അനുഗ്രഹിച്ചു. അതാണ് പരിശുദ്ധ കുർബാന. ആ പരിശുദ്ധ കുർബാനയിലൂടെ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് നൽകിയ അനുഗ്രഹത്തെ നീ മറക്കരുത്. കർത്താവ് തന്നെ വിഭജിച്ച് നിനക്ക് വേണ്ടി നൽകിയത് എന്തിനു വേണ്ടിയാ? നിന്റെ ഉള്ളിൽ രാജാവായി വാഴുന്നതിന് വേണ്ടി. അപ്പൊ നീ ആരാ? രാജാവിന്റെ മകൻ, മകൾ. ദാറ്റ്സ് യുവർ ഐഡന്റിറ്റി. നിന്റെ ഐഡന്റിറ്റി എന്താ? യഥാർത്ഥം നമുക്കെല്ലാവർക്കും ഈ കാലഘട്ടത്തിലുള്ളൊരു ഇഷ്യൂ, പീപ്പിൾ ആർ ഹാവിങ് ആൻ ഐഡന്റിറ്റി ക്രൈസിസ്. ഈശോ നൽകുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഈശോയെ രാജാവിന്റെ മകനും മകളും എന്നുള്ള ഐഡന്റിറ്റി. ഹല്ലേലൂയ. രാജാവിന്റെ മകനും മകളും എന്നുള്ള ഐഡന്റിറ്റി. ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, ദൈവത്തിന്റെ ശക്തിയുണ്ട്. ദൈവം എല്ലാവരെയും സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിച്ചത്.
അത് ഏത് മതവിഭാഗമാകട്ടെ, ഏത് റേസ് ആകട്ടെ, വെള്ളക്കാരനാകട്ടെ, കറുത്തവർഗക്കാരനാകട്ടെ, അമേരിക്കൻ ആകട്ടെ, ഇന്ത്യൻ ആകട്ടെ, ആഫ്രിക്കക്കാരനാകട്ടെ, ചൈനക്കാരനാകട്ടെ, എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ദൈവത്തിൻ്റെ ഈ ശക്തിയുണ്ട്. അത് ഏത് മതവിഭാഗത്തിൽ ഏതൊക്കെ രീതിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെങ്കിലും മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ഈശോ നമുക്ക് നൽകുന്ന ആ വലിയ വെളിച്ചം, അതായത് ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് അലയുന്ന മനുഷ്യർക്ക് വ്യക്തമാക്കി കൊടുത്തു, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്, ഉള്ളിലുണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനാണ്, പ്രിയപ്പെട്ടവളാണ്, ദൈവം നിങ്ങളുടെ പിതാവാണ്. ഈശോയുടെ ആ സ്റ്റാൻഡ് എന്താ? ഈശോയുടെ സ്റ്റാൻഡിൽ എന്താ? ഈശോയുടെ ആ ഒരു നിലവാരം ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തുന്നവനാണ് കർത്താവ്. ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെയും മക്കളായി കാണുന്നവനാണ് നമ്മുടെ പിതാവായ ദൈവം, നമ്മുടെ അപ്പനായ ഈശോ. ആ ഈശോ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കുമാണ് സുവിശേഷം നൽകിയത്. എന്താ സുവിശേഷം? ദൈവം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മകനാണ്, മകളാണ്, നിങ്ങൾക്കൊരു ശക്തിയുണ്ട്, അധികാരമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അടയാളങ്ങൾ സംഭവിക്കും, നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, നിങ്ങളുടെ നടുവിൽ ഞാനുണ്ട്. ഒന്നോർത്ത് നോക്കിക്കേ, എന്തൊരു വലിയ സുവിശേഷത്തിന്റെ ആ ഒരു മഹത്വം ഒന്ന് മനസ്സിലാക്കിക്കേ. ഈ ഭൂമിയിലുള്ള എല്ലാ റേസ്, കാസ്റ്റ്, ക്രീഡ്, ബാക്ക്ഗ്രൗണ്ട്, മനുഷ്യവർഗം മുഴുവനും ദൈവത്തിന്റെ സമക്ഷം മക്കളാണ്, ദൈവത്തിന്റെ സ്വന്തമാണ്. ദൈവം മകനെ, മകളെ എന്ന് വിളിക്കുന്നത് ഓരോ വ്യക്തികളുടെ ഉള്ളിലും ശക്തിയുണ്ട്, ഓരോ വ്യക്തികൾക്കും പവറുണ്ട്. We are equal, we are one in Christ. വെള്ളക്കാരൻ കറുത്തവർഗക്കാരൻ്റെ ഉള്ളിൽ ക്രിസ്തുവിനെ കാണുകയാണ്, കറുത്തവർഗക്കാരൻ വെള്ളക്കാരൻ്റെ ഉള്ളിൽ ക്രിസ്തുവിനെ കാണുകയാണ്, ഇന്ത്യക്കാരൻ്റെ ഉള്ളിൽ ക്രിസ്തുവിനെ കാണുകയാണ്. എല്ലാവരുടെ ഉള്ളിലും ദൈവത്തിൻ്റെ ശക്തിയിരിക്കുന്നു. ആ ദൈവം ഓരോ മനുഷ്യരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവരാജ്യത്തിൻ്റെ ശക്തി പ്രപഞ്ചം മുഴുവൻ നിറയപ്പെടുകയാണ്. ഇതൊരു മതമല്ല, ദിസ് ഈസ് ദ ട്രൂത്ത്. ദൈവം ആ ട്രൂത്ത്, നിത്യമായി നിലനിൽക്കുന്ന സത്യത്തെ നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യുകയായിരുന്നു. ഈശോ ഈ ഭൂമിയിൽ കടന്നു വന്നുകൊണ്ട് അവിടെ നമുക്ക് വേണ്ടി ഇത് വ്യക്തമാക്കി. ഹല്ലേലൂയ. ഇന്ന ദിവസം ഏതെങ്കിലും ഒരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ആ പ്രാർത്ഥനാ വിഷയത്തിൽ പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ മടിക്കരുത്. നിങ്ങളുടെ അധരത്തിൽ വലിയ ശക്തിയുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. ഈശോയുടെ നാമത്തിൽ തടസ്സങ്ങൾ ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒരു തടസ്സം നിൽക്കുക, ആ തടസ്സത്തെ യേശുവിന്റെ നാമത്തിൽ ഒന്ന് ശാസിച്ചു നോക്കുക. എങ്ങനെയാ ശാസിക്കേണ്ടത്? ഈശോയുടെ നാമത്തിൽ. കാരണം ഈശോയിലൂടെയാണ് നമ്മൾ ദൈവ മക്കൾ എന്നുള്ള പദവിയിലേക്ക് വന്നത്. ഈശോയുടെ കുരിശുബലിയിലൂടെയാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടത്, നീതീകരിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ഈശോയുടെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് അവിടെ വിട്ടുപോകും, ദൂരെ മാറി. ദുഷ്ടാരൂപിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനത്തിന്റെ 10-ാം അധ്യായം. നമുക്ക് അങ്ങനെ ഒരു മിനിറ്റ് ഇന്ന് നമുക്ക് വളരെ ശക്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. തടസ്സങ്ങളെയൊക്കെ ദൈവം എടുത്ത് മാറ്റും. കർത്താവിന് അസാധ്യമായതൊന്നുമില്ല എന്ന് പറഞ്ഞേ, എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അസാധ്യമായി ഒന്നുമില്ല. പറഞ്ഞേ, എൻ്റെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഇത് നിങ്ങളുടെ മുൻപിൽ ഒരു പ്രശ്നം നിൽക്കുകയാണ്, ഒരു ഇമ്പോസിബിലിറ്റി നിൽക്കുക, ഒരു മെഡിക്കൽ റിപ്പോർട്ട് നിൽക്കുകയാണ്, ഒരു കടഭാരം നിൽക്കുകയാണ്, ഒരു ജപ്തി നോട്ടീസ് നിൽക്കുകയാണ്. അതിനെ നോക്കിയിട്ട് പറയണം, ഇതിനേക്കാളും വലിയവനാണ് എൻ്റെ ദൈവം. ആ നോട്ടീസ് അവിടെ ഇരിപ്പുണ്ടെങ്കിൽ അതിനെ എടുത്തിട്ട് അതേ നോക്കിയിട്ട് പറയണം, മൈ ഗോഡ് ഈസ് ബിഗർ ദാൻ യു. പറഞ്ഞേ, മൈ ഗോഡ് ഈസ് ബിഗർ ദാൻ യു. നിന്നേക്കാളും വലിയവനാണ് എൻ്റെ ദൈവം. രാജ്യങ്ങളുടെ നിയമങ്ങളെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. എനിക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച്, യേശുവിന്റെ നാമത്തിൽ ജീവിതത്തിലെ ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനും അനാവശ്യമായി ഡിലേ ഇട്ട് തടസ്സം നിൽക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളും യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ. ദുഷ്ടപിശാച് കാൽവരി മലമുകളിൽ യേശുവിന്റെ കുരിശുബലിയുടെ നിമിഷം തകർന്ന് തരിപ്പണമായതാണ്. അവന്റെ മേലുള്ള ആധിപത്യത്തെ, അവന് മനുഷ്യന്റെ മേലുള്ള ആധിപത്യത്തെ, എന്റെ മേലുള്ള ആധിപത്യത്തെ യേശു ക്രൂശിൽ തകർത്തതാണ്. ഹല്ലേലൂയ. ഇത് ഡിക്ലെയർ ചെയ്യുക. നിങ്ങൾ തന്നെ പറയുക. തടസ്സങ്ങൾ അനുഭവിക്കുന്നവർ ഇങ്ങനെ പറയുക, എൻ്റെ മേലുള്ള ആധിപത്യത്തെ, പിശാചിന്റെ ആധിപത്യത്തെ എൻ്റെ ഈശോ എനിക്ക് വേണ്ടി കടന്നു വന്ന കുരിശിൽ ബലിയായി തീർന്നുകൊണ്ട് അതിനെ തകർത്തു. ആധിപത്യത്തെ തകർത്തു. അധരം തുറന്ന് പറഞ്ഞ് ഓടി നടക്കാതെ അധരം തുറന്ന് പറഞ്ഞ്, ഇപ്പോൾ തന്നെ ആധിപത്യങ്ങൾ തകർന്നടിയും, ഇപ്പോൾ തന്നെ ബന്ധനങ്ങൾ തകർന്നടിയും, ഇപ്പോൾ തന്നെ കെട്ടുകൾ അഴിയും. ഹല്ലേലൂയ. കാരണം മക്കള് അധികാരം ഉപയോഗിക്കുമ്പോൾ അപ്പന്റെ മഹത്വം ആ വിഷയങ്ങളിലേക്ക് കടന്നു വരും. യു ആർ ദ ലീഗൽ റൈറ്റ് ടു യൂസ് ദ നെയിം ഓഫ് ജീസസ്.
യു ആർ ദ ഹയർ ഓഫ് ഓൾ ദ ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ്. ഹെബ്രായർ 10-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഇപ്രകാരമാണ്: യേശുക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കും. ഈ വചനം ഒന്ന് ഏറ്റെടുത്ത്. യേശുക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയൊന്ന് പറഞ്ഞ്, എൻ്റെ ഈശോയുടെ ശരീരം ഒരിക്കലായി എന്നേക്കുമായി എനിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതുവഴി ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പറഞ്ഞേ, ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഈശോയുടെ കുരിശുബലിയുടെ വിജയത്തിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിന് എല്ലാ മേഖലകളിലേക്കും വെളിപ്പെടുകയും വലിയൊരു വിശുദ്ധീകരണം സംഭവിക്കും. ആ സംഭവിക്കുന്ന നിമിഷം ദുഷ്ടാരൂപിയുടെ ക്ലെയിംസ് എല്ലാം അവിടെ തകർന്നടിയും. അടുത്ത വചനം, ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം, 28 മുതലുള്ള വാക്യങ്ങൾ. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. ദൈവത്തിന് വ്യത്യാസമില്ല. മനുഷ്യരാണ് വ്യത്യാസങ്ങൾ ഇടുന്നത്, ദൈവത്തിന് വ്യത്യാസമില്ല. ദൈവത്തിന് വ്യത്യാസമില്ല. വചനത്തിൽ പറയണം, യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ ഉള്ള വ്യത്യാസം ദൈവത്തിനില്ല. വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. യേശു ക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ വചനം. യു ആർ ദ ലീഗൽ ഹെയർ. വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശിയാണ്. വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശി. ഇപ്പം നിങ്ങളുടെ വീട്ടില് നിങ്ങൾക്ക് നിങ്ങളുടെ പറമ്പ്, നിങ്ങളുടെ വീടിരിക്കുന്ന വസ്തുവൊക്കെ നിങ്ങളുടെ ആധാരം ഉള്ളപ്പോൾ വേറൊരാൾ വന്നിട്ട് അവിടെ ഒരു ടെൻ്റ് അടിച്ച് താമസിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലോട്ട് കയറി വന്നിട്ട് പറയും, ഇതെൻ്റെ വീടാണ്, ഇതെൻ്റെ വീടാണ്, ഞാൻ എവിടെ താമസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം പ്രതികരിക്കുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ പറമ്പിൽ വന്നിട്ട് ടെൻ്റ് അടിച്ച് അവിടെ താമസിക്കുക. അപ്പം നിങ്ങളുടെ കയ്യിൽ ആധാരമുണ്ട്, നിങ്ങളുടെ കയ്യിൽ നിങ്ങളാണ് ലീഗൽ ഓണർ. ഓണർ പേടിച്ച് പറച്ചു, അയ്യോ ആ വ്യക്തിയെ കാണുമ്പോൾ ആ ടെൻ്റ് അടിച്ച മനുഷ്യൻ നല്ല ആചാന ബാഹുവോ, അവനോടൊക്കെ ഞാൻ എങ്ങനെയെന്ന് പറയാനാ. സ്വന്തം പറമ്പിൽ ടെൻ്റ് അടിച്ച് അന്യായമായിട്ട് ചില ആൾക്കാർ കയറി താമസിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കയറി താമസിക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം അവർ അപഹരിക്കാൻ വേണ്ടി തുടങ്ങും. നിങ്ങളുടെ ഭക്ഷണപദാർത്ഥങ്ങളും നിങ്ങളുടെ വസ്തുക്കളെല്ലാം അവർ എടുത്തുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട സാധനങ്ങളെല്ലാം ആ വ്യക്തി ഉപയോഗിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം പ്രതികരിക്കുകയോ പ്രതികരിക്കാതിരിക്കുകയോ. ഈ കാലഘട്ടത്തിലെ പല ആൾക്കാരും എന്താ ചെയ്യുന്നത്, ആത്മീയമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം പറയട്ടെ, അവർ ആ സ്ഥലത്ത് നിന്ന് വിട്ടുപോവുക, ആ സ്ഥലം തന്നെ ഉപേക്ഷിച്ചിട്ട് വേറെ പല സ്ഥലത്തും പോവുക. അയ്യോ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ടെൻ്റ് അടിച്ച് കുറച്ച് ആൾക്കാർ കയറി വന്ന് ഞങ്ങൾക്ക് ഇനി ആ സ്ഥലത്ത് ജീവിക്കാൻ പോലും പറ്റത്തില്ല, ഞങ്ങൾ പോകുവാണേ, ഞങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും പോവുകയാണ്. ഞാൻ ആത്മീയമായ ഒരു കാര്യമാണ് പറയുന്നത് കേട്ടോ. അതായത് ഇത്തരത്തിൽ പിശാച് മനുഷ്യരെ ചതിച്ച് നിങ്ങൾ അനുഭവിക്കേണ്ട നന്മകൾ, ഈശോ പറഞ്ഞു യോഹന്നാൻ 10:10, സാത്താൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ്, എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ നൽകുവാനും അത് സമൃദ്ധമായി നിങ്ങളിൽ ഉണ്ടാകാനും വേണ്ടിയാണ്. ഈ അന്യായമായി കയറി നിൽക്കുന്നവന്റെ പേരാണ് പിശാച്. നിങ്ങളാരാ? ദൈവത്തിന്റെ ആധാരം, ദൈവത്തിന്റെ അനുഗ്രഹത്തിന് ലീഗൽ റൈറ്റ് ഉള്ളവർ. അങ്ങനെ വചനത്തിൽ പറഞ്ഞു നിങ്ങളെക്കുറിച്ച്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. അപ്പം എന്നതാ ചെയ്യേണ്ടേ? പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. പലർക്കും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേല. നിങ്ങൾ എത്ര ഓടിയാലും ഈ ഓടുന്ന ഓട്ടം കൂടാമെന്നല്ലാതെ യഥാർത്ഥ വിടുതൽ നടക്കുന്ന എപ്പോഴാണെന്നറിയോ? യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ സകലതും പൂർത്തീകരിച്ച് നിങ്ങളെ അവകാശിയാക്കി എന്നുള്ള തിരിച്ചറിവിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ അധികാരം ഉപയോഗിച്ച് സാത്താനോട് ഇറങ്ങാൻ പറയണം. അവൻ ഇറങ്ങിയിരിക്കും. കാരണം അവൻ്റെ മേൽ അവൻ്റെ സകല ആധിപത്യങ്ങളെയും ഈശോ ക്രൂശിൽ തകർത്ത് തരിപ്പണമാക്കി. അതുകൊണ്ടാണ് കൊളോസസ് ലേഖനത്തിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 14-15 തിരുവചനത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും ഈശോ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യ അവഹേളന പാത്രങ്ങളാക്കി. ഹല്ലേലൂയ. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ഇത് കേൾക്കുന്ന ചില ആൾക്കാർ ഓർക്കും, ഈശോ അത് കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തുകൊണ്ട് എനിക്കെന്താ പ്രയോജനം? നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ നിങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. ഈശോ ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞതിന്റെ മുഴുവൻ അനുഗ്രഹത്തിലെ അവകാശിയാണ് ഞാനും നീയും. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും ഈശോ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചു. കർത്താവ് ഒരു വലിയ വിജയം ആഘോഷിച്ചു. കർത്താവ് കുരിശിൽ നേടിയ ഒരു വലിയ വിജയമുണ്ട്. ആ വിജയം കർത്താവ് നേടുന്ന സമയത്ത്
കർത്താവ് കാണുകയാണ്, എൻ്റെ മക്കൾ ഈ വിജയത്തിൽ, ഞാൻ നേടിയ വിജയം അനുഭവിക്കണം. എല്ലാ അപ്പൻ്റെ അമ്മയുടെ ആഗ്രഹമല്ലേ അവരുടെ അധ്വാന ഫലം മക്കൾ അനുഭവിക്കണം എന്നുള്ളത്. അങ്ങനെ ചിന്തിക്കാത്ത ഏതെങ്കിലും അപ്പനും അമ്മയുണ്ടോ? ഈശോ കുരിശിൽ നേടിയ വിജയം, ആ വിജയത്തിൻ്റെ ആഘോഷം നിന്റെ ജീവിതത്തിൽ കടന്നു വരണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ മീറ്റിങ്ങിൽ ഈ ലൈവ് പ്രയർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിശാചിന്റെ, ദുഷ്ടാരൂപിയുടെ സകല തന്ത്രങ്ങളെ കർത്താവ് നിന്റെ ജീവിതത്തിൽ നഴിക്കും. കാരണം യേശു ക്രൂശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യ അവഹേളന പാത്രങ്ങളാക്കി. ഹല്ലേലൂയ. പരസ്യ അവഹേളന പാത്രങ്ങളാക്കി. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്നറിയോ? കൊളോസ്സസ് 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം ഇന്നത്തെ പ്രധാനപ്പെട്ട വാക്യമാണ്. ഈ വാക്യം നിങ്ങൾ നോട്ട് ചെയ്യണം. കൊളോസ്സസ് 3:17. നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുവിൻ. യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. ഈശോയുടെ നാമത്തിൽ ചെയ്യുവിൻ. ഈശോയുടെ നാമത്തിൽ, നിങ്ങൾ ഈശോയുടെ നാമം ഉപയോഗിക്കുമ്പോൾ തടസ്സങ്ങൾ മാറും, ബന്ധനങ്ങൾ അഴിയും, കെട്ടുകൾ പൊട്ടി മാറും. ഈ സത്യം നിങ്ങൾ അറിയരുത് എന്നുള്ളതാണ് പിശാചിന്. ഇത് നിങ്ങളുടെ പവർ നിങ്ങൾ അറിയരുത്, നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾ അറിയരുത്, നിങ്ങൾക്ക് ദൈവം ഇങ്ങനെ ഒരു അധികാരം തന്നിട്ടുള്ള കാര്യം നിങ്ങൾ അറിയരുത്, നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള ആ ഒരു പൊസിഷനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു പിടുത്തവും കിട്ടരുത്. ഇതൊക്കെയാണ് പിശാചിന്റെ പരിപാടി. അവൻ ഏത് വിധേനയും ഇതൊക്കെ പല തരത്തിൽ മനുഷ്യനെ അങ്ങ് അടിമത്തത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ദൈവം അനേകരുടെ കണ്ണുകളെ തുറപ്പിക്കുകയാണ്. നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും യേശുവിൻ്റെ നാമത്തിൽ ചെയ്യും. അത് വെറുതെ അങ്ങ് ഈശോയുടെ നാമത്തിൽ പറഞ്ഞു വിടുകയല്ല. അത് പറയുമ്പോൾ തിരിച്ചറിയണം, എൻ്റെ നാഥൻ എനിക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്നുകൊണ്ട് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി. ഞാൻ ആ നാമം ഉപയോഗിക്കുമ്പോൾ, ഒരു പോലീസുകാരൻ യൂണിഫോം ഇട്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ കൈ നീട്ടുമ്പോൾ വഴിയിലാകട്ടെ എവിടെയാകട്ടെ ആ യൂണിഫോമിനൊരു പവർ ഉണ്ടല്ലേ. അദ്ദേഹം ഒരു സാധാരണ ഷർട്ട് മുണ്ടോട്ട് വഴി കൂടെ നടക്കുമ്പം സാധാരണക്കാരൻ അറിയാമല്ലോ ആ വ്യക്തിക്ക് യൂണിഫോം ഉണ്ടോ ഇല്ലോ. എന്നാൽ വെൻ ദാറ്റ് മാൻ പുട്ട് ദ യൂണിഫോം, ആ വ്യക്തി ഡിഫറൻ്റായി. സെയിം തിങ്, യേശുവിനെ നാമം ഉപയോഗിക്കുമ്പോൾ ഡിഫറൻ്റ് ആ സംഭവം. നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ദുഷ്ടാരൂപിയുടെ മണ്ഡലങ്ങൾക്ക് ടപ്പം തന്നെ കൊട്ട് കിട്ടും. ആ സെക്കൻഡിൽ കൊട്ട് കിട്ടും. കഴിഞ്ഞ ദിവസം ചൈനയിലൊക്കെ ശുശ്രൂഷിക്കുന്ന ചൈനയിലുള്ള ഒരു മനുഷ്യനുമായിട്ട് സംസാരിക്കുകയാണ്. ചൈനയിൽ വളരെ ബുദ്ധിമുട്ടാണ് ക്രിസ്ത്യ വിശ്വാസം പ്രാക്ടീസ്, ബൈബിൾ വായിക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിള് ഒരു പിടിച്ചെടുത്തുകൊണ്ട് പോകും, എന്നിട്ട് ജയിലിലടക്കും. ബൈബിള് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷം വരെയൊക്കെ ജയിലിടും. അപ്പം ജയിലിൽ 3 വർഷം കടന്ന ഒരു വ്യക്തിയോടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. ആ വ്യക്തി എന്നോട് പറയുകയാണ്, ഞാൻ ഒരു ഓൺലൈനിൽ ഒരു ക്ലാസ്സും ഒരു സംഭവമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അതിൻ്റെ സമയത്ത് പത്രോസ്ലീഹയുടെ ലേഖനത്തിൻ്റെ 1-ാം അധ്യായം വായിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഈ വ്യക്തിക്ക് 1-ാം അധ്യായം മൊത്തം അറിയാം, കാണാതെ അറിയാം. അപ്പം ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് കാണാതെ പഠിച്ചത്? ജയിലിൽ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ പേപ്പറുകളൊക്കെ കയ്യിൽ ഇങ്ങനെ ബൈബിളിലെ പേപ്പറുകളൊക്കെ തിരികെ എടുത്ത് വെച്ചുകൊണ്ട് എവിടെയെങ്കിലും പോയിരുന്ന് അങ്ങനെ അതുണ്ടെന്ന് അറിഞ്ഞാൽ കയ്യിൽ ബൈബിളിലെ പേപ്പറുകൾ ഉണ്ടെന്ന് അറിഞ്ഞാൽ വീണ്ടും ശിക്ഷ കിട്ടും. പക്ഷേ ഇവർ ആ ഒരു പ്രതിസന്ധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഈശോയുടെ വചനത്തെ അങ്ങ് മുഴുവനും ഉള്ളിലോട്ടങ്ങ് എടുത്തു. എന്നിട്ട് അവർ പറയുകയാണ്, ഏത് സാഹചര്യമാണേലും അതിനകത്ത് ഞങ്ങൾ യേശുവിൻ്റെ നാമം ഉപയോഗിച്ച് അങ്ങ് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. ജയിലിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുക, അടയാളങ്ങൾ സംഭവിക്കുക, വീര്യപ്രവർത്തികൾ സംഭവിക്കുക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വിശ്വാസം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന, കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ചൈന. അതിശക്തമായ ദൈവപ്രവർത്തികൾ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയിൽ സാധാരണക്കാരായ മനുഷ്യർ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കുകയാണ്, രോഗികൾ സൗഖ്യമാവുകയാണ്. ജയിലിനകത്ത് ഇവരെ നോക്കുന്ന അവിടെയുള്ള പ്രിസൺ വാർഡന്മാർ, പ്രിസൺ പോലീസ് ഓഫീസേഴ്സ്, അവർക്ക് വേണ്ടി ഇവർ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ രോഗങ്ങൾ സൗഖ്യമാവുകയാണ്, അവരുടെ ബന്ധനങ്ങൾ അഴിയുകയാണ്. അവർ കണ്ണുനീരോട് ഇവരുടെ കൂടെ ഇരുന്ന് ജയിലുകളിൽ ദൈവത്തെ ആരാധിക്കുകയാണ്. അതിന്ന് പുറത്തു വരുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ ക്രിസ്ത്യ വിശ്വാസം സ്വീകരിക്കുകയാണ്. എത്ര വലിയ മഹത്തരമായ ദൈവപ്രവർത്തികളെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ പറഞ്ഞ സ്ഥലത്ത് വചനപ്രഘോഷകരോ വൈദികരോ അച്ഛന്മാരോ കന്യാസ്ത്രീമാരോ ആരുമില്ല. അങ്ങനെയുള്ള ചർച്ചിന് അണ്ടർഗ്രൗണ്ട് ചർച്ചസ് ആണ്. അവിടെ വിഭാഗങ്ങളില്ല. അച്ഛന്മാരൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അവിടെ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ പോലെ പള്ളികൾ തമ്മിൽ അടിയില്ല, വിഭാഗീയതകളില്ല, തർക്കങ്ങളില്ല, ഒന്നുമില്ല.
യേശുവിൽ വിശ്വസിക്കുന്നവർ മാത്രം. ബൈബിൾ ഉണ്ടെങ്കിൽ ജയിലിൽ കിടക്കുന്ന അവസ്ഥയാണ്. അതിൻ്റെ 20 മില്യൺ ആൾക്കാരിന്നുണ്ട് ചൈനയിൽ. 20 മില്യൺ അണ്ടർഗ്രൗണ്ടിലൊക്കെ ദൈവത്തെ ആരാധിക്കുന്നു. മിഡിൽ ഈസ്റ്റിലുണ്ട് അങ്ങനെ ഒരുപാട് പേര്. അണ്ടർഗ്രൗണ്ടിലൊക്കെ ആരും അറിയാതെ കർത്താവിന് വേണ്ടി കത്തിജ്വലിക്കുന്നവർ. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ ചാർജപ്പ് ആവും. അവർ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, അവരുടെയൊക്കെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അവർക്ക് ദൈവമേ നമുക്കൊക്കെ കിട്ടിയ അവസരം എത്ര മാത്രമാണ്. അവർ പറയും യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് വിറച്ചോടുവാന്ന് പറയും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പിശാച് വിറച്ചോടുകയാണ്. അതാണ് ക്രൂശിൽ യേശു നമുക്ക് വേണ്ടി ബലിയായി തീർന്നതിൻ്റെ ശക്തി. ആ ശക്തിയെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഉയർച്ചയ്ക്കും നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഡെലിവറൻസിനും എന്തെങ്കിലും ഡിലേസും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവിൻ്റെ മകനാണ് മകളാണെന്നുള്ള അധികാരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ തടസ്സങ്ങൾ നീങ്ങി മാറും. ആ തടസ്സങ്ങൾ വിട്ടുപോകും. ആ ബന്ധനങ്ങൾ അഴിയും യേശുവിൻ്റെ നാമം. ഹല്ലേലൂയ. രോഗമുള്ള ഭാഗത്തേക്ക് കരങ്ങൾ വെക്കുക. നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ ഈ റീസെന്റ് സർജറി കഴിഞ്ഞ് ഭയങ്കര പെയിൻ അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് എടുത്ത് കാണിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് സൗഖ്യം തരും. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങൾ സൗഖ്യമാക്കപ്പെടട്ടെ, കെട്ടുകൾ അഴിയട്ടെ, ജനങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് വരട്ടെ, യേശുനാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ, എല്ലാ ഭയങ്ങളും വിട്ടുപോകട്ടെ. ഈ കൂട്ടായ്മയിൽ നിരവധി മക്കളുടെ ഹൃദയങ്ങളിലുള്ള ആ ഭയം, കർത്താവെ ആ ഭയത്തെ അവിടെ നിന്ന് നിഷ്കാസനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കും. കർത്താവ് ഒരു കാര്യം എടുത്തു പറയുന്നു കേട്ടോ. നിങ്ങളിൽ പലർക്കും ഭയങ്കര അകാരണമായ ഭയമാണ്. വൈ ആർ യു വറീഡ് ആൻഡ് വൈ ദിസ് മച്ച് ഫിയർ? ഈശോയ്ക്ക് നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? ബൈബിൾ ഏറ്റവും അധികം കർത്താവ് പറഞ്ഞ വേർഡ് ഭയപ്പെടേണ്ട എന്നുള്ളത്. പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഓരോ വിശ്വാസികളോട് സംസാരിക്കുമ്പോൾ, ചൈനയിലും ആഫ്രിക്കയിലും ഇറാനിലും ഒക്കെ ഉള്ള വ്യക്തികളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ദൈവത്തെക്കുറിച്ചുള്ള കാര്യം കേൾക്കുമ്പോൾ അതായത് ദൈവത്തിൻ്റെ അഭിഷേകം, ദൈവം അവരോട് ഒരു 5 മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ അവരിൽ നിന്ന് ഒഴുകുന്ന ആത്മാവിൻ്റെ ശക്തിയുടെ അളവുകൾ അത് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. നമ്മൾ വത്തിക്കാനിലും യൂറോപ്പിലെ പല ഭാഗങ്ങളിലും പല സ്ഥലത്തൊക്കെ മാർപ്പാപ്പയടക്കം പല വലിയ വലിയ അഭിഷിക്തന്മാരുടെയൊക്കെ കുർബാനകളും പ്രാർത്ഥനകളൊക്കെ കൂടുന്ന. പക്ഷേ ഇറാനിലും ഇറാഖിലും ചൈനയിലുമുള്ള ഈ സഹോദരങ്ങൾ 10 മിനിറ്റ് അവർ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഇറങ്ങുന്ന ഒരു അഭിഷേകമുണ്ട്. ആ അഭിഷേകം അത് യേശു തന്നെ അവരുടെ കൂടെ വന്ന് നിൽക്കുന്ന അനുഭവം ഉണ്ടാവുക. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? കാരണം എവിടെയൊക്കെ ദൈവത്തിൻ്റെ ഒരു മകനും മകളും പ്രതിസന്ധിയിലൂടെ വിഷമത്തിലൂടെ കടന്നു പോകുന്നു, അവരുടെ കൂടെ രാജാവായ ദൈവം ഇറങ്ങി വന്ന് നിൽക്കുന്നു. വേർ ഇസ് ഗോഡ്? എവിടെയാ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെയുള്ളത്? ഇന്ന് ഈശോയുടെ ഒരു മകനും മകളും നിങ്ങൾ ഒറ്റപ്പെട്ടതുപോലെ വേദനിക്കുന്നതായി ആരും തിരിഞ്ഞു നോക്കുന്ന പോലുമില്ല. വീട്ടുകാരോ നാട്ടുകാരോ പള്ളിക്കാരോ. ചിലപ്പോൾ ആൾക്കാർ എന്നോട് ഇങ്ങനെ പറയാറുണ്ട്, എൻ്റെ ബ്രദറെ, ഒരു ക്രിസ്ത്യാനിയായിട്ട് ഒരു പള്ളിയിലച്ഛനോ ഒരു ഞങ്ങളുടെ ഇടവകയിലുള്ള ഒരു അച്ഛനോ ഒരു വചനപ്രഘോഷകനോ ഒരു പ്രാർത്ഥനക്കാരനോ ഒരു ബ്രദറോ ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കാറില്ല. ആരും തിരിഞ്ഞു നോക്കാതെ നിന്നെ തിരിഞ്ഞു നോക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നിനക്ക് വേണ്ടി ബലിയായി തീർന്ന, നിനക്ക് വേണ്ടി ക്രൂശിൽ സകലത പൂർത്തീകരിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ആ ദൈവം നിന്നെ മനസ്സിലാക്കുന്നു. പള്ളിയിലച്ഛനല്ല, വചനപ്രഘോഷകനല്ല, ഒരു ബ്രദറല്ല, ഒരു സിസ്റ്ററല്ല, കന്യാസ്ത്രീയല്ല, ഒരു സഭാവിഭാഗമല്ല നിനക്ക് വേണ്ടി മരിച്ചത്. എന്നാലും ഒരു പെന്തക്കോസുകാരൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട മനുഷ്യനാണ്, എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു. പെന്തക്കോസുകാർ നിന്നെ തള്ളിക്കളയുമായിരിക്കും, ലോകം നിന്നെ തള്ളിക്കളയുമായിരിക്കും, പലരും നിന്നെ മാറ്റി നിർത്തുമായിരിക്കും. പക്ഷെ ഈശോ നിന്നെ മാറ്റി നിർത്തത്തില്ല. കാരണം ഈശോ നിനക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്നു. ഹി കെയിം ഫോർ യു, ഹി ഡൈഡ് ഫോർ യു, ഹി ടുക്ക് യുവർ പണിഷ്മെന്റ്, ഹി ടുക്ക് യുവർ സിൻസ്, ഹി ഈസ് യുവർ എറ്റേണൽ ഫ്രണ്ട്. നിന്റെ നിത്യമായ സുഹൃത്താണ്, നിന്റെ നിത്യമായ സുഹൃത്ത്, നിത്യമായ സുഹൃത്ത്. ആ സുഹൃത്തിനെ നിനക്കൊന്ന് പരിചയപ്പെടുത്തി തരുന്ന ആ സുഹൃത്തിൻ്റെ സ്നേഹം നീയുമായിട്ട് ഞാൻ എൻ്റെ അതിരങ്ങളിലൂടെ പങ്കുവെക്കുന്നുള്ളതേ ഉള്ളൂ. ബട്ട് ഹി ഈസ്
യുവർ എവറിത്തിങ്. ആൻഡ് ഹീ ഈസ് കണക്റ്റഡ് ടു യു മോർ ദാൻ യു തിങ്ക്. ഹീ നോസ് യു ബെറ്റർ ദാൻ യു നോ യുവർ സെൽഫ്. നീ നിന്നെ അറിയുന്നതിനേക്കാളും യേശു നിന്നെ അറിയും. യേശു നിന്നോട് പറയുകയാണ്, എൻ്റെ നാമം ഉപയോഗിച്ച് നീ പ്രാർത്ഥിക്കുക, എൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് നീ പ്രാർത്ഥിക്കുക, അത്ഭുതങ്ങൾ സംഭവിക്കും. നീ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും, വിടുതലുകൾ നടക്കും, അത്ഭുതങ്ങൾ നടക്കും, രോഗസൗഖ്യങ്ങൾ നടക്കും. ഹല്ലേലൂയ. യേശുവേ ആരാധന. സ്റ്റാർട്ട് സീയിങ് യുവർസെൽഫ് as a child of the King of Kings. രാജാക്കന്മാരുടെ രാജാവിൻ്റെ മകനായി, മകളായിട്ട് നീ സ്വയമേ എന്ന് ചിന്തിച്ച്, രാജാക്കന്മാരുടെ രാജാവിൻ്റെ മകനും മകളുമാണ് നീ. രാജാക്കന്മാരുടെ രാജാവിൻ്റെ മകനും മകളുമാണ്. അപ്പോൾ നിന്റെ പ്രാർത്ഥനകൾക്കും നിന്റെ അധരത്തിനും നിന്റെ ശബ്ദത്തിനും നിന്റെ മനസ്സിനും എല്ലാം ഇതിനൊക്കെ ഒരു വലിയ ശക്തിയുണ്ട്. ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ആ ശക്തിയുണ്ട്. എന്നാൽ അധികാരം തിരിച്ചറിഞ്ഞ, ഐഡന്റിറ്റി തിരിച്ചറിഞ്ഞ ഒരു വിശ്വാസി യേശുവിൻ്റെ നാമം ഉപയോഗിക്കുമ്പോൾ അവിടെ ദുഷ്ടാരൂപിയുടെ മണ്ഡലങ്ങൾ തകർന്ന് തരിപ്പണമാകും, തകർന്നടിയുവാൻ വേണ്ടി തുടങ്ങും. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് മാറും, അല്ലേ? സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യനാണോ അതോ ഇരുട്ടാണോ വെളിച്ചമാണോ പവർഫുൾ? വാട്ട് ഈസ് മോർ പവർഫുൾ? ഇരുട്ടാണോ വെളിച്ചമാണോ പവർഫുൾ? സൂര്യൻ വരുമ്പോൾ അന്ധകാരം മാറുന്നതല്ലേ? വെളിച്ചം ഇപ്പം ഒരു മുറി ലൈറ്റ് ഇല്ലെങ്കിൽ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ അവിടുത്തെ അന്ധകാരം മാറുകയാണ്. വെളിച്ചം വരുന്നതോടുകൂടി ഇരുട്ട് അവസാനിക്കുക. When the light comes, the darkness finishes. That's the end of darkness. ഡാർക്ക്നെസ്സിനെ പ്രവചീകരിക്കണ്ട, വെളിച്ചം. ഈശോ നിന്നെ നോക്കി പറയും, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നീ ലോകത്തിന്റെ വെളിച്ചമാണ്. ദൈവം എൻ്റെ പിതാവാണെന്ന് തിരിച്ചറിഞ്ഞ് നീ ലോകത്തിന്റെ വെളിച്ചമാണ്. നീ ലോകത്തിന്റെ വെളിച്ചമാണ്. അപ്പൻ്റെ ആഗ്രഹമാണ് നിന്റെ രോഗം സൗഖ്യമാകണമെന്നുള്ളത്. പലപ്പോഴും പല റോങ് ടീച്ചിങ്ങും നമ്മുടെ ചുറ്റുമുണ്ട്, അല്ലേ? മനുഷ്യരെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന റോങ് ടീച്ചിങ് അതെല്ലാ വിഭാഗത്തിലും ഉണ്ട്. ദൈവത്തിൻ്റെ ശിക്ഷയാണ്, ദൈവത്തിൻ്റെ പണിഷ്മെൻ്റാണ്. ഇപ്പം നിങ്ങളുടെ കൊച്ചിന് ഒരു പനി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആശുപത്രി കൊണ്ടുപോകും. എന്തുകൊണ്ട് ആശുപത്രി കൊണ്ടുപോകും? നിങ്ങളുടെ കൊച്ചിനോട് നിങ്ങൾ സ്നേഹമുള്ളതുകൊണ്ടല്ലേ. അതല്ല, നിങ്ങൾക്കൊരു കൊച്ചിനൊരു അസുഖം വന്നു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ചിന്തിക്കുക, അവനൊന്ന് പഠിക്കട്ടെ, അവനെ ഞാൻ ഇതിലൂടെ ഒന്ന് പരീക്ഷിക്കുകയാണ് എന്ന് പറയാറുണ്ടോ നിങ്ങൾ? അങ്ങനെ പറയുന്ന ഏതെങ്കിലും ഒരു അപ്പനും അമ്മ ഇവിടെ ഉണ്ടോ? ഈശോ പറഞ്ഞു, ദുഷ്ടരായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ കഴിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയോ അധികമായ നല്ല ദാനങ്ങളെ അവിടുന്ന് നൽകും. ആ അപ്പൻ്റെ ആഗ്രഹം നീ സൗഖ്യമാകണമെന്നാണ്. അപ്പൻ്റെ ആഗ്രഹം നിന്റെ ജീവിതത്തിൽ നീ അനുഗ്രഹിക്കപ്പെടണമെന്നാണ്. അപ്പൻ്റെ ആഗ്രഹം നിന്റെ ജീവിതത്തിന് മുൻപിലുള്ള തടസ്സങ്ങൾ നീങ്ങി മാറണമെന്നുള്ളത്. എന്നാൽ ഇന്ന് അപ്പൻ ഒരു കാര്യത്തിൽ നീ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പനുമായിട്ടുള്ള, പിതാവുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിലും നിനക്ക് ലഭിച്ച അധികാരം എന്താണെന്നുള്ള തിരിച്ചറിവ്, അധികാരം ഉപയോഗിക്കുക. കർത്താവിൻ്റെ അത്ഭുതങ്ങളെ നമ്മൾ കാണുവാൻ വേണ്ടി തുടങ്ങും. ഹല്ലേലൂയ. പ്രയർ റിക്വസ്റ്റുകൾക്ക് വേണ്ടി പ്രത്യേകമായ നിമിഷം പ്രാർത്ഥിക്കുന്നു. ബിൻസിക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ബിൻസി ജിനീഷിൻ്റെ ആ കുടുംബത്തെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിൽ ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന. നമ്മൾ പ്രയർ റിക്വസ്റ്റുകൾ എത്ര വലിയ വിഷയമാകട്ടെ, ആ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, അവിടെ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഡെലിവറൻസ് അപ്പോൾ തന്നെ സംഭവിക്കും. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഡെലിവറൻസ് സംഭവിക്കും. പിന്നെ നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന ഒരു കാര്യം വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോഴും അവിടെ ദൈവത്തിൻ്റെ മഹത്വമാണ് വെളിപ്പെടുന്നത്. വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുന്ന സമയത്ത് എല്ലാ ബന്ധനങ്ങളും തകർന്നടിയും, എല്ലാ കെട്ടുകളും തകർന്നടിയും. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്ന സമയത്ത്, അതായത് ദൈവത്തിൻ്റെ ശക്തിയാണ് വചനം. ആ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടുന്ന സമയത്ത് എല്ലാ തടസ്സങ്ങളും നീങ്ങി മാറും. റോമാക്കാർക്കുള്ള ലേഖനത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ഇപ്രകാരം, സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്തുകളെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഒരൊറ്റ കാര്യമാണ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് അപ്പസ്തലൻ പ്രാർത്ഥിക്കുന്നത്. എന്താണത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ.
അപ്പോസ്തലൻ കൊറിന്തോസുകാർക്ക് ലേഖനം എഴുതുമ്പോൾ 15:10 പറയുന്നുണ്ട്. 1 കൊറിന്തോസ് 15:10, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. സോ ലെറ്റ് us acknowledge that first. ഇത് നമ്മൾ അക്നോളജ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വലിയ അധികാരമുണ്ടെങ്കിലും നമ്മൾ എളിമപ്പെടും. ഈശോ നമുക്ക് വലിയ അധികാരം തന്നതൊക്കെ നമ്മൾ കേട്ടല്ലോ. ഈ അധികാരം തന്നതിൻ്റെ പേരിൽ നമുക്ക് അഹങ്കരിക്കാൻ പറ്റത്തില്ല. നമ്മൾ കൃപയ്ക്ക് കീഴിലാണ്. നമ്മൾ എളിമപ്പെടുമ്പോഴാണ് ആ അധികാരത്തിന് ശക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഇതിനകത്ത് വേറൊരു സീക്രട്ട്. 1, ദൈവം ആരാൻ തിരിച്ചറിയുക. 2, ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, നമ്മുടെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ മകനും മകളുമാണെന്നുള്ള ആ തിരിച്ചറിവുണ്ടാക്കുക. 3ാമതായിട്ട് ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളെ ആക്സസ് ചെയ്യാൻ വേണ്ടിയുള്ള വേറൊരു കീയാണ് ദൈവത്തിൻ്റെ കൃപയ്ക്ക് കീഴിലാണ് നമ്മൾ. ആ എളിമ നമ്മളിൽ സംഭവിക്കുക. ആ എളിമ സംഭവിക്കാൻ നമുക്ക് പരസ്പരം വിധേയപ്പെടാൻ പറ്റും. നമ്മുടെ ചർച്ചിൽ ശുശ്രൂഷ ചെയ്യുന്ന വൈദികരാകട്ടെ, വചനപ്രഘോഷകരാകട്ടെ, നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളാകട്ടെ, അവരോടൊക്കെ എളിമപ്പെടാൻ, അവരെയൊക്കെ ഹയറായിട്ട് കാണാൻ, റെസ്പെക്റ്റ് ചെയ്യാൻ ഉള്ള വലിയൊരു ഗ്രേസ് കിട്ടുകയാണ്. അതൊരു കീയാണ്. അത് കിട്ടുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വലിയ സമാധാനം നിറയുകയാണ്. ഫിലിപ്പിയ 4-ാം അധ്യായത്തിൻ്റെ 16-17 ഫിലിപ്പിയ 4-ാം അധ്യായത്തിന് 6-7 വചനത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഒന്നിനെക്കുറിച്ച് ഓർത്ത് ആകുലനാകരുത്. നിങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും എല്ലാം കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ സമർപ്പിക്കുവിൻ. അപ്പോൾ നിങ്ങളുടെ ധാരണയെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഇന്ന് ചിലപ്പോൾ ഒരുപാട് ഭാരപ്പെടുത്തുന്ന ചിന്തകളും മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ചെയ്യേണ്ടതൊന്ന് മാത്രമാണ്, അതല്ല ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മളെ തന്നെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് കീഴിലേക്ക് നമ്മളെ പ്ലേസ് ചെയ്യും, എളിമപ്പെടുക. ഓരോ ദിവസം നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് കടന്നു പോകുമ്പോൾ അവിടെ നമ്മൾ കാണണം, ലിറ്ററലി വി ആർ സ്റ്റാൻഡിങ് ബിഫോർ ദ ത്രോൺ ഓഫ് ഗ്രേസ്. യേശുവിൻ്റെ കുരിശുബലിക്ക് കുരിശുമരത്തിന് ചോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പരിശുദ്ധ കുർബാനയിലൂടെ ഞാൻ നീതീകരിക്കപ്പെടുന്നു, വിശുദ്ധീകരിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങൾക്കും ഞാൻ യോഗ്യതയുള്ളവനായി തീരുകയാണ്. സകല അനുഗ്രഹങ്ങളും എന്നിലേക്ക് ചൊരിയപ്പെടുകയാണ് മനുഷ്യൻ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വലിയ സമാധാനം നിറയപ്പെടുകയാണ്. എന്നിട്ട് ഈ വചനം ഒന്നും മനസ്സിൽ ഓർക്കണം. റോമ 10-ാം അധ്യായം 20-ാം വാക്യം, റോമ 16-ാം അധ്യായം 20-ാം വാക്യം, സമാധാനത്തിൻ്റെ ദൈവം, റോമ 16:20 കേട്ടോ, സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയായിരിക്കും അസ്വസ്ഥത ഉണ്ടാക്കുന്നത്, നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കും, നിങ്ങളുടെ ഉയർച്ചയ്ക്കെതിരെയായിരിക്കും, അനുഗ്രഹത്തിനെതിരെയായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യത്തിൽ ഡിലേ വന്നിരിക്കുകയാണ്. ആ ദുഷ്ടാരൂപിയെ അവിടുന്ന് തകർത്ത് കളയും. ഇന്ന് വിശ്വസിക്കുന്ന നിമിഷം തന്നെ ദൈവത്തിൻ്റെ മഹാപ്രവൃത്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരികയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുമ്പോഴാണ് ഈ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് കേട്ടോ. When you believe, it will all activate in your life. റോമ 10-ാം അധ്യായത്തിന് 17-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. വിശ്വാസം കേൾവിയിൽ നിന്നും, ഈ വചനം നോട്ട് ചെയ്യണം കേട്ടോ. റോമ 10:17, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അങ്ങനെയുള്ള പ്രസംഗങ്ങളുണ്ട്, ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗങ്ങൾ. എന്തുകൊണ്ടാണ് അനീഷിനെ പരിശുദ്ധാത്മാവ് ഇത്തരത്തിൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മെസ്സേജുകൾ കൊടുക്കുന്നത് എന്നൊരു ചോദ്യം ഈ ബുദ്ധിയുടെ തലത്തിൽ ഇതിനെ അപഗ്രഥിച്ച് മാർക്കിടാനിരിക്കുന്നവർ ആരെങ്കിലും, ഏതെങ്കിലും മിനിസ്ട്രിയുടെ തലപ്പത്തിരിക്കുന്നവരൊക്കെ ചിലപ്പോൾ ഇങ്ങനെ എൻ്റെ പ്രയർ മീറ്റിംഗ് കയറിയിട്ട് മാർക്കിടാനിരിക്കും. ഇവൻ എത്ര കൊടുക്കണം, 10-ൽ 2 കൊടുക്കണോ, 3 കൊടുക്കണോ, 4 കൊടുക്കണോ? അപ്പോൾ മാർക്കിടായിരിക്കുമ്പോൾ ഓർത്തോളുക, ഏതെങ്കിലും ഏതെങ്കിലും ഒരു മനുഷ്യനെ, ഈശോനെ പ്രസംഗിക്കുന്ന ഒരു വ്യക്തിനെ മാർക്കിടുമ്പോൾ നിന്റെ പുറകിൽ ഈശോ നിനക്കും ഒരു മാർക്ക് അങ്ങിടും, അത്രയേ ഉള്ളൂ. അപ്പോൾ റോമ 10-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് നമ്മൾ കാണുന്നത്, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പോൾ ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗങ്ങളുണ്ട്, ക്രിസ്തു എന്താണ് ചെയ്ത് കഴിഞ്ഞത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രസംഗങ്ങളുണ്ട്, ക്രിസ്തുവിൻ്റെ കുരിശുബലിയിൽ എന്താണ് സംഭവിച്ചത്, നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണ്, നിങ്ങൾക്കുള്ള അധികാരം എന്താണ്, ക്രിസ്തു നിങ്ങളിൽ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്, ക്രിസ്തുവിൽ നിങ്ങൾ ആരായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഈശോയുടെ സ്നേഹത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ, ഈശോയുടെ ഹൃദയത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ, ക്രിസ്തുവിനെ സംബന്ധിച്ച പ്രസംഗങ്ങൾ, അത് കേൾക്കുമ്പോൾ നമ്മളിൽ വിശ്വാസം ജനിക്കും. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്.
വിച്ച് ഈസ് സംതിങ് ദാറ്റ് ഈസ് നോട്ട് മെന്റ് ഈസ് ഹാപ്പനിങ്. ഇപ്പം അത് അധികം നിങ്ങൾ ഇനി പ്രസംഗിക്കാൻ തുടങ്ങും. വളരെ വിരളമായിട്ട്, വിരളിൽ എണ്ണാവുന്ന 1-2 വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗങ്ങൾ ഈ നാളുകളിൽ പ്രസംഗിക്കുന്നു. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നതിൽ കുറച്ചു പേരെ ദൈവം അതിനുവേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. നിങ്ങളെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. There are people who are listening to me right now. God is choosing you to preach this in United States. God is selecting you to preach this in Africa. God is choosing you to preach this in Europe. God is choosing you to preach this in North India. God is choosing you to preach this in Sri Lanka, in Oceania, in Australia, all over the world. All over the world. ചില വ്യക്തികളോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തേക്കുക. നിങ്ങളിലൂടെയാണ് ഇനി ഇത് സംഭവിക്കേണ്ടത്. നിങ്ങളിലൂടെ ഇത് പടരണം. നിങ്ങളിലൂടെ ഇത് അനേകരിലേക്ക് എത്തിപ്പെടണം. നിങ്ങളിത് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ എല്ലാം ഓക്കെ ആകുമെന്നുള്ളതല്ല. നിങ്ങളുടെ ശുശ്രൂഷകളിൽ ചലഞ്ചസ് വരുമായിരിക്കും. പക്ഷേ എത്ര ചലഞ്ചസ് വന്നാലും നിങ്ങളുടെ കൂടെ കർത്താവ് ഉണ്ടായിരിക്കും. നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കും. ആരൊക്കെ നിങ്ങളെ എതിർത്താലും ദൈവം നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കും. നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ കേൾക്കുന്ന വ്യക്തികളുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. ദൈവമാണ് തീരുമാനിക്കുന്ന ആർക്ക് സൗഖ്യം കൊടുക്കണം, എവിടെ അത്ഭുതം ചെയ്യണം, എവിടെ അടയാളങ്ങൾ ചെയ്യണം. നിങ്ങൾ പ്രസംഗിക്കുന്ന പ്രസംഗം സത്യമാണെന്ന് വെളിപ്പെടുത്തുന്ന ദൈവം നിങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന നിരവധി ഭവനങ്ങളിൽ എൻ്റെ കർത്താവ് അത്ഭുതങ്ങളുടെ പരമ്പര നടത്തിക്കൊണ്ടിരിക്കുക. കാരണം ഈ വചനം, ഈ കേൾക്കുന്ന കാര്യം സത്യമാണെന്ന് ദൈവം അറ്റസ്റ്റ് ചെയ്യും. ഇത് പറയാൻ മാത്രം ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുമ്പോൾ ഹി വിൽ അപ്രൂവ്, ഹി വിൽ അറ്റസ്റ്റ് that this is the living word of God through signs, wonders and miracles. Hallelujah. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കുവാനും നിങ്ങളുടെ അധികാരം ഉപയോഗിക്കുവാനും നിങ്ങൾ മടി കാണിക്കരുത്. ദുഷ്ടാരൂപിയുടെ മേൽ നിങ്ങൾക്ക് അധികാരമുണ്ട്. ത്രൂ ക്രൈസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ അധികാരം എങ്ങനെയാ? ഈശോയിലൂടെ. കാരണം നിങ്ങൾ ഈശോയിൽ കണക്റ്റഡ് ആണ്. ജ്ഞാനസ്നാനത്തിലൂടെ കർത്താവുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോസ്തലൻ പറയുന്ന കർത്താവിനെ നമ്മൾ ധരിച്ചിരിക്കുന്നു എന്നാണ് പറയും. നമ്മൾക്ക് ഈശോയുടെ നാമം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കുരിശിൽ നേടിയെടുത്ത വിജയത്തിന്റെ ശക്തിയാണ് അവിടെ വെളിപ്പെടുന്നത്. ഇപ്പൊ പിടികിട്ടി എന്തുകൊണ്ടാണ് ദുഷ്ടാരൂപി നിങ്ങളെ ഭയപ്പെടുന്നേ? ദുഷ്ടാരൂപി എന്തുകൊണ്ടാണ് നിങ്ങളെ ഭയപ്പെടുന്നേ? കാരണം നിങ്ങൾ എന്ന വ്യക്തിയല്ല അവിടെ കാണുന്നത്. ഈശോയുടെ കുരിശുബലിയിൽ മറയ്ക്കപ്പെട്ട ഒരു വ്യക്തിയാണ് അവൻ കാണുന്നത്. ദുഷ്ടൻ നിങ്ങളെ കാണുമ്പോൾ യേശുവിന്റെ കുരിശുബലിയുടെ വിജയത്തിന്റെ ആഘോഷം, അവിടെ അവന്റെ മേൽ നേടിയ വിജയത്തിന്റെ ശക്തിയാണ് പരിശുദ്ധ കുർബാന സ്വീകരിച്ച് യേശുവുമായി കണക്റ്റഡ് ആയ ഒരു വ്യക്തി യേശുനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാം, യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനും നന്മകൾക്കും എതിരായ ദുഷ്ടൻ കെട്ടിയ എല്ലാ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. എല്ലാ ബന്ധനങ്ങളും തകരട്ടെ. എല്ലാ കെട്ടുകളും അഴിഞ്ഞു മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ നന്മകളുടെ മേൽ ദുഷ്ടൻ വെച്ചിരിക്കുന്ന കരം യേശുവിന്റെ നാമത്തിൽ കരം എടുക്കുവാൻ കൽപ്പിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് we command all the demonic strongholds to take your filthy hand out of God's property. Take your filthy hand out of God's property. In Jesus' name, യേശുവിന്റെ നാമത്തിൽ command you, leave in Jesus' mighty name. Leave in Jesus' mighty name. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. Do not touch God's property. ദൈവത്തിന്റെ വസ്തുവിനെ സ്പർശിക്കരുത്. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് കർത്താവിനെ ഇന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയും വലിയ അഭിഷേകം നമ്മുടെ നടുവിലേക്ക് പരിശുദ്ധാത്മാവ് അയക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകം നമ്മുടെ ഇടയിലൂടെ വ്യാപരിക്കുന്നു. ഭാഷാവരമുള്ളവർ ഭാഷാവരത്തിൽ സ്തുതിക്കാം. അതല്ലാതെ സാധാരണ രീതിയിൽ സ്തുതിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ നടുവിലൂടെ നിമിഷം വ്യാപരിക്കുന്നു. ദൈവമഹത്വം നമ്മൾക്കിടയിലേക്ക് ഇതായി ഇറങ്ങി നിൽക്കുന്നു. യു ആർ ഗോഡ്സ് പ്രോപ്പർട്ടി. ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. ദാറ്റ് ഈസ് യുവർ ഇറ്റേണൽ ഐഡന്റിറ്റി. ആൻഡ് വെൻ യു അറൈസ് ദ ഡാർക്ക്നെസ് വിൽ ലീവ്. നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ പിശാചിന്റെ സകല പ്രവർത്തികളും അഴിഞ്ഞു മാറും. നിങ്ങളാണ് ദൈവത്തിന് പ്രിയപ്പെട്ടത്. യശയ്യാപ്രവാചന പുസ്തകം 60-ാം അധ്യായത്തിന് 1-ാം വാക്യം. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. ഉണർന്ന് പ്രശോഭിക്കുക. Arise and shine, the glory of the light of the Lord, the glory of the Lord is nearer to you. ഉണർന്ന് പ്രശോഭിക്കുക. Arise and shine.
അറൈസ് ആൻഡ് ഷൈൻ. ഇത്രയും നാൾ നിന്നെ ഭയപ്പെടുത്തിയത് ഇനി നിന്നെ ഭയപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഏതൊക്കെ ശക്തികളാണ് നിനക്ക് ഡിലേ ആയിട്ട് നിന്നത്, അത് നിന്നെ കാണുമ്പോൾ ഓടി മറയാൻ വേണ്ടി പോവുകയാണ്. നിന്റെ മുൻപിലുള്ള തടസ്സങ്ങൾ നീങ്ങി മാറുന്നു, വാതിലുകൾ തുറക്കപ്പെടുന്നു. ഇന്ന് കേട്ട ഈ വചനങ്ങൾ ഉപയോഗിച്ച് നീ പ്രാർത്ഥിച്ചു തുടങ്ങുക. ഇത് അനേകരുമായിട്ട് പങ്കുവെക്കുക. ഈ വീഡിയോ ഷെയർ ചെയ്യാനല്ല, നീ തന്നെ പ്രസംഗിക്കാനാണ് പറയുന്നത്. യെസ്, ഗോഡ് വാണ്ട്സ് എ സീസൺ where people are preaching this word of God. ഈ സത്യം പ്രഘോഷിക്കപ്പെടണം. ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗങ്ങൾ പ്രഘോഷിക്കപ്പെടണം. അത് പ്രഘോഷിക്കാൻ സ്വർഗം നിങ്ങളെ അഭിഷേകം ചെയ്യും. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നിരവധി മക്കളിലേക്ക് അഭിഷേകം ഇതാ കടന്നു വരും. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇതാ നിങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. എന്നെ ഇപ്പോഴും കേൾക്കുന്ന ചില വ്യക്തികളുടെ ഉള്ളിൽ വേറുറപ്പിക്കപ്പെട്ടിരിക്കുന്ന ഭയമാണ്. ആ അടിമത്തത്തിൽ നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് വരുവാൻ ഇന്ന് പരിശുദ്ധാത്മാവ് ആ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങളെ നയിക്കുവാൻ ദൈവം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വലിയ സ്വപ്നമാണ് നിങ്ങൾ ആ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരണമെന്നുള്ളത്. ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കും. കർത്താവേ, ആ ഭയത്തിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന മക്കൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടിയാണല്ലോ അവിടുന്ന് ഞങ്ങളെ തേടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ച് പരിശുദ്ധ കുർബാനയായി തീർന്നു. ഇന്ന ദിവസം പരിശുദ്ധ കുർബാനയുടെ വലിയൊരു അഭിഷേകം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്കും യേശുവിൻ്റെ കുരിശുബലിയുടെ വലിയൊരു അഭിഷേകം വെളിപ്പെടട്ടെ. കുരിശിലെ അവിടുത്തെ വിജയത്തിൻ്റെ അഭിഷേകം വെളിപ്പെടട്ടെ. കോൺഫിഡൻസ് നൽകി അപ്പസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ സാധിക്കും. Father, I pray, we are lifting your name, the name that is above all the other names. At your name, the demons tremble. At your name, the demonic strongholds will be destroyed. And we are using your name. ഈശോ എന്ന നാമത്തെ ഞങ്ങൾ ഉപയോഗിക്കുന്നു. ആ നാമത്തെ ഉപയോഗിച്ച് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ നാമത്തിൻ്റെ വലിയ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വെളിപ്പെടട്ടെ. ഈശോ ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചു എന്നതിൻ്റെ അടയാളമായി ഈ ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ ഈ ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഈശോ ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞു എന്നതിൻ്റെ അടയാളം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കട്ടെ, അടയാളങ്ങൾ നടക്കട്ടെ. കർത്താവ്, ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. സജീവതറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ നിന്റെ മകന്റെ എല്ലാ പ്രയർ റിക്വസ്റ്റുകളെ സമർപ്പിക്കുകയാണ്. ഈ മകന് വേണ്ടി യേശു ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. സകലതും പൂർത്തീകരിച്ചതിനായി നന്ദി പറയുന്നു. ബിനു ബേസിലിനെ സമർപ്പിക്കുന്നു. ബിനു ബേസിലിന്റെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി യേശു ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചതിനായി ആ പൂർത്തീകരണ പ്രവൃത്തിയുടെ ശക്തി, ലെറ്റ് ദ പവർ ഓഫ് യുവർ ഫിനിഷ്ഡ് വർക്ക് കം ആൻഡ് ടച്ച് ബിനു ബേസിൽ റൈറ്റ് നൗ. ജോമി റാഫേലിനെ സമർപ്പിക്കുന്നു. ഈ നിമിഷം തന്നെ ഈശോയുടെ കുരിശുബലിയുടെ പരിശുദ്ധ കുർബാനയുടെ വലിയ ശക്തി, കുരിശുബലിയിലൂടെ സകലതും പൂർത്തീകരിക്കപ്പെട്ടതിന്റെ യേശുവിന്റെ കുരിശിലെ വിജയത്തിന്റെ അഭിഷേകം ആ മകളുടെ ജീവിതത്തെ നിറയ്ക്കപ്പെടണേ. Fill right now in Jesus' name. ഈശോയെ നിറയ്ക്കണമേ. SP Joseph praying for to fill with the Holy Spirit. Lord, we pray for SP Joseph. ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. And God is choosing you to preach the word of God. God is anointing you to proclaim his good news. God is consecrating you to be in a mission field where not many people has called. God is calling you, consecrating you. God is making you as an instrument for his own glory. You will be witnessing Christ in many nations. You will be preaching his good news to many people. Many demons will tremble as soon as you proclaim the name above all the other names. And Lord will be using you to speak in different languages. And he's anointing you right now. His power is coming over you right now. നിന്റെ മുകളിലേക്ക് കർത്താവിന്റെ വലിയൊരു കർത്താവിന്റെ കരം തന്നെ ആ മകന്റെ മുകളിലേക്ക് ഈ നിമിഷം കടന്നു വരുന്നു. ദൈവമഹത്വം വ്യാപരിക്കുന്നു. അനു ജോജിയെ സമർപ്പിക്കുന്നു. Anu Joji is asking for prayer for her daughter Hannah Marie Joji to get Science Group admission for 11th standard. In Jesus' name, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ.
യേശുവിൻ്റെ നാമത്തിൽ ഇത് സംഭവിക്കട്ടെ. യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയുടെ ശക്തി ഈ വിഷയത്തിനകത്ത് ഇപ്പോൾ തന്നെ വെളിപ്പെടട്ടെ, 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 വെളിപ്പെടട്ടെ. ജിസ് ആൻറ്റോ കരീഡൻ, God is telling you, Jesus loves you. He loves you, He loves you, He loves you. He finished everything for you on that cross. You are a blessing. You are going to bless many others. God wants you to bless others. ചിത്ര ശേഖറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചിത്ര ശേഖറിന് വേണ്ടി ക്രൂശിൽ യേശു എല്ലാം പൂർത്തീകരിച്ചതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഫെലിക്സ് വർഗീസിന് വേണ്ടി ഈശോ ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചതിനായി നന്ദി പറയുന്നു. ആ നിയോഗത്തിനകത്ത് യേശുനാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ, യേശുനാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. Bindu Sebastian is asking for prayer request. Fill us with the Holy Spirit. Lord, Holy Spirit, fill Bindu with your anointing. ബിന്ദു സെബാസ്റ്റ്യനെ പ്രത്യേകമായി സമർപ്പിക്കുകയാണ്. ബിന്ദു സെബാസ്റ്റ്യൻ, ജീസസ് ഈസ് ടെല്ലിങ് യു, കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എന്നോടുള്ള നിന്റെ സ്നേഹത്തെ എനിക്കറിയാമായിരുന്നു. ചെറുപ്പം മുതലേ ഈ കുരിശൻ തൊട്ടിയിലൊക്കെ പോയി ഇങ്ങനെ മെഴുകുതിരി കത്തിക്കുന്ന കാര്യമൊക്കെ കർത്താവ് എടുത്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കർത്താവ് ഒരു പ്രത്യേക നിയോഗത്തിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. ആൻഡ് വെൻ യു വിൽ ബി യൂസ്ഡ് ഫോർ ഗോഡ് ഇൻ യുവർ വർക്ക് പ്ലേസ്. അവിടെയൊക്കെ അനേകരെ ദൈവത്തിലേക്ക് കൊണ്ടുവരുവാൻ, ദൈവത്തെക്കുറിച്ച് വേദികളിലും പല സ്ഥലങ്ങളിലും ഷെയർ ചെയ്യുവാനൊക്കെ ദൈവ അവസരങ്ങൾ നൽകും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവേ, ബിന്ദു സെബാസ്റ്റ്യനിൽ നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. മേരി തോമസിനെ സമർപ്പിക്കുന്നു. ആ ജോലി യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. സീന മരിയ, യേശുനാമത്തിൽ ജോലി ലഭിക്കട്ടെ. അനീഷ് ആന്റണിക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ അനീഷ് ആന്റണി അനുഗ്രഹിക്കപ്പെടട്ടെ. ലിസി തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ തടസ്സങ്ങൾ നീങ്ങി മാറട്ടെ. സിജി അബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്പെഷ്യൽ ഇന്റൻഷനിൽ യേശുനാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. ഈശോയുടെ നാമത്തിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ലിനു ബൈജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്ലീസ് പ്രേ ഫോർ സ്പെഷ്യൽ ഫാമിലി ഇന്റൻഷൻസ്, വാട്ട് എവർ ഇറ്റ് മൈറ്റ് ബി. ഈശോയുടെ ശക്തി ഇപ്പോൾ തന്നെ ആ നിയോഗങ്ങളിൽ വ്യാപരിക്കട്ടെ. മാത്യു പുതിശ്ശേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രേ ഫോർ മൈ വൈഫ്. ആ കുടുംബത്തിൽ അസ്വസ്ഥപ്പെടുത്തിയിരിക്കുന്ന അസ്വസ്ഥതകൾ യേശുനാമത്തിൽ നീങ്ങി മാറുന്നതിനായി നന്ദി പറയുന്നു. ഷൈല സാജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓൾ ഹെർ ഇന്റൻഷൻസ് വി ആർ പ്ലേസിംഗ് ഇറ്റ് ബിഫോർ ദി ഓൾട്ടർ. കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് ആ ഇന്റൻഷൻസിനെ മുഴുവനും ഞങ്ങൾ നിമിഷം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ആ ഇന്റൻഷൻസിനെ മുഴുവനും ഈശോയെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ നിമിഷം സമർപ്പിക്കുന്നു. വലിയ അഭിഷേകം വെളിപ്പെടട്ടെ, വലിയ ശക്തി വെളിപ്പെടട്ടെ. എല്ലാ നിയോഗങ്ങളെ ഒരിക്കൽ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഫാദർ, എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതകരമായ ശക്തി എല്ലാ നിയോഗങ്ങളിലേക്കും വ്യാപരിക്കട്ടെ, എല്ലാ ഇഷ്യൂസിലേക്കും വ്യാപരിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും ഈശോയുടെ നാമത്തിൽ നീങ്ങി മാറട്ടെ. എല്ലാ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. എല്ലാ കെട്ടുകളും യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ എല്ലാ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ മെസ്സേജ്, ഈ ഒരു പ്രെയർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമയമെടുത്ത് ഈ നിമിഷം ഈ പ്രെയറിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഓരോ ഭവനങ്ങളിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രനാം ഈശോയുടെ കൃപ, പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ സൺഡേ ഒരു മറക്കാനാകാത്ത സൺഡേയായി ഈ മക്കളുടെ ജീവിതത്തിൽ മാറട്ടെ. ഈശോ ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചതിൻ്റെ വലിയ അടയാളങ്ങൾ ഈ കുടുംബങ്ങളിൽ വെളിപ്പെടുന്ന ഒരു ദിവസമായി തീരട്ടെ. ഈശോയെ തടയപ്പെട്ട ഡിലേഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ നാമത്തിന്റെ ശക്തിയിൽ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഡിലേ ആയി കിടക്കുന്ന വിഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിലെ ഡിലേസ്, ആ ഡിലേകളുടെ മേൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപി യേശുവിന്റെ കുരിശുവിലയുടെ ശക്തിയാൽ തകർന്നടിയപ്പെടട്ടെ, നീങ്ങി മാറപ്പെടട്ടെ. വി കമാൻഡ് ദോസ് ഡിലേസ് ടു മൂവ് ഇൻ ജീസസ് നെയിം. ആ ഡിലേകളെല്ലാം വിട്ടുപോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തടസ്സങ്ങൾ നീങ്ങി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈശോ അങ്ങയുടെ നാമത്തിൻ്റെ വലിയ അഭിഷേകം ഓരോ ഭവനങ്ങളിലും നിറയപ്പെടുന്നതിനായി ഞങ്ങൾ നന്ദി പറയും. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് മക്കൾ, കർത്താവെ, വേദനയോടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, തകർന്ന കുടുംബ ബന്ധങ്ങൾ എല്ലാം അവിടുന്ന് അറിയുന്നല്ലോ. ഈശോ ഓരോ കുടുംബങ്ങളിലേക്കും അവിടുത്തെ വലിയ സന്ദർശനം എന്നുണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നു, എളിമയോടെ പ്രാർത്ഥിക്കുന്നു. പരസ്പരം സ്നേഹത്തിൽ ഐക്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ, ഇന്ന് ലോകം മുഴുവനും കർത്താവിൻ്റെ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന അനേക വൈദികരോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മകനായ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. റാഫേൽ തട്ടയിൽ പിതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സഭാവിഭാഗ വ്യത്യാസമന്യേ ഈശോയ്ക്ക് വേണ്ടി പ്രഘോഷണം ചെയ്യുന്ന വചന പ്രഘോഷകരോട് ചേർന്ന്, ലോകം മുഴുവനുമുള്ള എല്ലാ വചന പ്രഘോഷകരോടും ചേർന്ന്, ഏത് സഭയാകട്ടെ, ഏത് വിഭാഗമാകട്ടെ, കർത്താവെ, നിന്റെ ഹൃദയത്തിൽ ഞങ്ങൾ എല്ലാവരും മക്കളാണല്ലോ.
നിന്റെ ഹൃദയത്തിൽ വിഭാഗീയതകളില്ല. എല്ലാവരും മക്കളാണല്ലോ നിനക്ക്. കർത്താവെ, ആ നിന്നെ പ്രഘോഷിക്കുന്ന എല്ലാ മക്കളുടെയും അഭിഷേകത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ ഈ കൂട്ടായ്മയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. നിങ്ങൾക്കൊരു വലിയ അധികാരമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങൾ തന്നെ പ്രാർത്ഥിക്കുക. അടുത്ത ദിവസങ്ങളിൽ സാക്ഷ്യങ്ങൾ നിങ്ങൾ എഴുതി അറിയിക്കും. എനിക്കറിയാം, ഒരു ദിവസം 100 കണക്കിന് ആൾക്കാർ സാക്ഷ്യങ്ങൾ പറയാറുണ്ട്. 100 കണക്കിന് സാക്ഷ്യങ്ങൾ ആൾക്കാർ ഈ ദിവസങ്ങളിൽ പങ്കുവെക്കാറുണ്ട്. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും സ്വന്തം ജീവിതത്തിൽ നിങ്ങൾ തന്നെ ഇന്ന് പരീക്ഷിക്കുക. വേറെ ഒന്നും നിങ്ങളൊന്നും ചെയ്യണം. ഈശോയുടെ നാമം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചാൽ മതി, അത്ഭുതങ്ങൾ സംഭവിക്കും. കാരണം യു ആർ ദ ലീഗൽ അയർ, യു ഹാവ് ദ ലീഗൽ റൈറ്റ്, ദ സ്പിരിച്വൽ റൈറ്റ് ടു യൂസ് ദ നെയിം ഓഫ് ജീസസ്. കാരണം ഈശോയുടെ മകനാണ് നീ, മകളാണ് നീ, രാജാവിൻ്റെ മകനാണ്, മകളാണ് നീ. രാജാവിൻ്റെ മകനാണ്, രാജാവിൻ്റെ മകളാ. അപ്പൻ ആരാന്നറിയുമ്പോൾ അപ്പൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുന്നത് കേട്ടോ. ഒരു ദുഷ്ടാരൂപിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. കാരണം അപ്പൻ അവയുടെ മേൽ വിജയം നേടിയെടുത്തതാണ്. ഹല്ലേലൂയ. ശിസ്സഹജമായ ഹൃദയത്തോടെ ഈ വചനം സ്വീകരിച്ച അനേക കുടുംബങ്ങളിൽ ദൈവത്തിന് വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു ഈ നിമിഷം തന്നെ. ഈശോ പറഞ്ഞു, ശിശുക്കളായിട്ടുള്ളവർ എൻ്റെ അടുക്കൽ വരട്ടെ, അവരെ തടയേണ്ട, ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ്. ഫരിസേയ മനോഭാവത്തോടു കൂടി ഈ മെസ്സേജിനെ എടുക്കരുത് നിങ്ങൾ. ഫരിസേയർക്ക് ഒരിക്കലും യേശുവിനെ പിടികിട്ടിയില്ല. അവരിലുണ്ടായിരുന്ന പഴയ നിയമ പാണ്ഡിത്യവും അന്ധതയുമാണ്, ഫിലോസഫിക്കൽ ചിന്താഗതികളാണ്. യേശു പറഞ്ഞു, ശിശുക്കളായിട്ടുള്ളവർക്ക് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാകും, അവരെ തടയേണ്ട, അവരെൻ്റെ അടുക്കൽ വരട്ടെ. ശിശുസഹജമായ ഹൃദയത്തോടെ ഈശോയുടെ നാമം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ അത്ഭുതം നിങ്ങൾക്ക് ലഭിക്കും. കർത്താവിൻ്റെ അടയാളങ്ങൾ സംഭവിക്കും. വലിയ ചിന്തിച്ചിങ്ങനെ കാട് കയറി പോകുന്നും വേണ്ട. സിമ്പിളായിട്ട് ആസ് ദ ഡേ ഗോസ്, നമ്മുടെ ലൈഫ് ഓരോ ദിവസം ആസ് ദ ഡേ ടു ഡേ ലൈഫ് ഗോസ്, കർത്താവിൻ്റെ നാമത്തെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുക. എല്ലാ മേഖലകളിലും ഈശോ അനുഗ്രഹിക്കും. കർത്താവിൻ്റെ കൃപയും സമാധാനവും ഈ ഒരാഴ്ചക്കാലം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമാറാകട്ടെ. പ്രത്യേകമായി ഞങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ. ജോലിക്കിടയിൽ തന്നെ ശുശ്രൂഷകൾ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പ്രാർത്ഥനകൾ വേണ്ട ശുശ്രൂഷകളാണ്. കാരണം റീഹാബിലിറ്റേഷൻ സെൻറ്ററുകളിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലുമാണ്, നഴ്സിംഗ് ഹോമിൽ, റീഹാബിലിറ്റേഷൻ സെൻറ്ററുകളിൽ, ഡിസേബിൾഡ് ആയിട്ടുള്ള ആക്സിഡൻ്റ് ഒക്കെ വന്ന യൂത്ത് ആയിട്ടുള്ള ആൾക്കാർ, ഡ്രഗ് അഡിക്ട്സിനൊക്കെ ഇടയിൽ അവരുടെയൊക്കെ സെൻറ്ററുകളിലാണ് മുഖ്യമായ ശുശ്രൂഷകൾ നടക്കുന്നത്. പിന്നെ പള്ളികളിൽ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് തൊഴിലുണ്ട്, ജോലിയുണ്ട്. അപ്പം നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആവേ മരിയ.